ഒരുപാട് അറിവ് തരുന്ന ഒരു ചർച്ചയായിരുന്നു. തുടക്കത്തിൽ തന്നെ മോഡറേറ്റർ ആരംഭിച്ചു വെച്ചതും സഞ്ജു തുടങ്ങി വെച്ചത് അത് ആക്ച്വലി ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. സഞ്ജു പറഞ്ഞത് ജോർജ് പ്ലോട്ടിയുടെ 36 ഡ്രമാറ്റിക് സിറ്റുവേഷൻ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് പാളിമീൻ പർപ്പിളിൻ്റെ നരേറ്റീവ് മേറ്റ്സ് ഓഫ് 31 നരേറ്റീവ് മേറ്റ്സ്. ബേസിക്കലി രണ്ടിനും ഒരു ചെറിയ വ്യത്യാസവും എന്നാൽ അതിനൊരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ തുടങ്ങാൻ വന്നിട്ട് ഇത് ജോർജ് പ്ലോട്ടി വന്ന 18-ാം നൂറ്റാണ്ടിൽ ഒരു ക്രിട്ടിക്കായിരുന്നു, ഒരു ഡ്രമാറ്റിക് ക്രിട്ടിക്. സോ അദ്ദേഹം ഈ നടന്ന ഒരുപാട് ഡ്രാമകൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ വലിയ സംഭവമൊന്നുമില്ല, എല്ലാ സംഭവങ്ങളും ഈ 36 ഡ്രമാറ്റിക് സിറ്റുവേഷനിലാണ് വരുന്നത്, അതിൻ്റെ ഉപഘടകങ്ങളിൽ കൂടിയാണ് ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അതേസമയത്ത് ഘടനാവാദികൾ ആസ് യു സെഡ് ആക്ച്വലി ഫ്ലോക്കറിനെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്ട്രക്ചറലിസം ലൈക്ക് ലെവി സ്ട്രാസിൻ്റെ ഒക്കെ സ്ട്രക്ചറലിസം വന്ന കാലത്ത് എല്ലാത്തിനും ഘടനാപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ റഷ്യൻ ഫോക്ലോറിനെ പറ്റി നടത്തിയ ഒരു പഠനത്തിലാണ് റിക്കറിങ് ആക്ച്വലി വന്നിട്ടുള്ള പോസിബിലിറ്റീസാണ് അത്. ദറ്റ് ഈസ് റിക്കറിങ് എവറി ടൈം ആക്ച്വലി ഈ 31 ഇൻമേറ്റ്സ് ആണ്. ജോസഫ് ക്യാമ്പൽ അദ്ദേഹത്തിൻ്റെ മോണോമിത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഉണ്ട്, അത് മിത്തുകളെ കുറിച്ചിട്ടുള്ളതാണ്. ബേസിക്കലി ജോസഫ് ക്യാമ്പലിൻ്റെ ദ ഹീറോ വിത്ത് 1000 ഫേസസ് എന്ന് പറഞ്ഞൊരു ബുക്ക് വന്നില്ലായിരുന്നെങ്കിൽ സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞ ഒരു പടം നമുക്ക് കിട്ടില്ലായിരുന്നു ജോർജ് ലൂക്കാസിൻ്റെ. അപ്പോൾ അത് എന്താ സംഭവം എന്ന് പറയുന്നത്, ദ ഹീറോ, ദ വേൾഡ് ആൻഡ് ദ ജേർണി. ദ ഹീറോ he was actually living an ordinary life with his grandfather or something like. When he returns home, that man is dead actually. So അതിൻ്റെ റിവെഞ്ച് എടുക്കാൻ പോകുമ്പോഴാണ് ദാറ്റ് പ്രിൻസസ് അവരുടെ കയ്യിലാണ് പെട്ടിരിക്കണതെന്ന് മനസ്സിലാക്കുന്നത്. സോ ദീസ് ആർ ദ തിങ്സ് ആക്ച്വലി ദ നരേറ്റീവ് തിങ്സ് ബേസിക്കലി ബേസ്ഡ് ഓൺ നരേറ്റീവ് സിനിമ. ബട്ട് ദർ ഈസ് വൺ തിങ് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ്. സിനിമ തുടങ്ങിയ കാലം 1-ാം നൂറ്റാണ്ടിന് ശേഷം തന്നെ സിനിമയിൽ കഥേതര സിനിമകൾ എന്ന് പറയുന്ന ഒരു സിനിമാ വിഭാഗം ഉണ്ടായിരുന്നു, അതുണ്ട് ഇപ്പോഴും. അപ്പോൾ സിനിമ കഥാസിനിമകൾ, കഥേതര സിനിമകൾ, അങ്ങനെ നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു ആസ്വാദനത്തിൽ. അപ്പോൾ സിനിമയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്, സിനിമയിൽ കവിതയുണ്ട്, ശില്പകലയുണ്ട്, കാവ്യകലയുണ്ട്, ലൈക്ക് ചിത്രകലയുണ്ട്, നാടകമുണ്ട്, അഭിനയമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പോൾ സിനിമയാണ്. കുറോസോ അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും അംശങ്ങൾക്ക് ഇതിന് സാധ്യതയുണ്ട്. യു ടെൽ എ സ്റ്റോറി ത്രൂ സൗണ്ട്. ഇപ്പോൾ നമ്മൾ ചില സിനിമകൾ തിയേറ്ററിൽ എഫക്റ്റ് ഉണ്ടാവുള്ളൂ, കാരണം അതിൻ്റെ സൗണ്ട് എഫക്ട്സാണ്. വിഷ്വൽ എഫക്ട്സ് ഇപ്പോൾ വരുന്ന ലൈക്ക് അനിമേഷൻ ഫിലിംസുകളെല്ലാം ചേർന്നിട്ടില്ലാത്ത വിഷ്വൽ ഗ്രാഫിക്കിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. യു ഡോണ്ട് നീഡ് എല്ലാ സ്റ്റോറിയും ഒന്ന് തന്നെയാണ്. നമുക്കറിയാൻ പോകുമ്പോൾ രജനീകാന്തിൻ്റെ ഫിലിം കാണാൻ പോകുമ്പോൾ നമുക്കറിയാം സെയിം സ്റ്റോറി തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകണം. ബട്ട് പെർഫോമൻസ് കാണാനാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പടത്തിനെ കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ചകൾ. അപ്പോൾ ഫിലിം ആസ് ആൻ ഇൻഡസ്ട്രി, അതേസമയം ഫിലിം ആസ് ആൻ ആർട്ട് ആൻഡ് സിനിമ ആസ് ഐഡിയോളജി.